നമ്മൾ ഇന്നുള്ളത് വൈപ്പിൻ പ്രത്യാശ മാതാ ദേവാലയത്തിലാണ്. അവിടെ ഇന്നൊരു രൂപം വെച്ചിട്ടുണ്ട്. എച്ച്.എ. ഹോമോ എന്ന് പറയുന്ന ഒരു രൂപമാണ്. അതായത് ഇതാ ആ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു രൂപമാണ്. അതിന്റെ വിശേഷങ്ങളും ഈ പള്ളിയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. കൊച്ചി രൂപതയിൽ തന്നെ അതിപുരാതനമായിട്ടുള്ള ഒരു ദേവാലയമാണ് വൈപ്പിൻ പ്രത്യാശ മാതാ ദേവാലയം. ഇതിന്റെ ശരിക്കും നാമം ഇങ്ങനെയാണ്, നോസ്ത്ര സിഞ്ഞോറ ദ എസ്പെറാൻസ എന്നാണ് പറയുന്നത്. പോർച്ചുഗീസ് ഭാഷയാണ്. അവർ ലേഡി ഓഫ് ഹോപ്പ്. ഒരുപക്ഷെ പണ്ട് പോർച്ചുഗീസുകാർ പായക്കപ്പലിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് ഒരു പോർട്ട് ചാപ്പൽ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഐലൻഡ് പള്ളി വരുന്ന മുമ്പൊക്കെ ആദ്യം ഉണ്ടായിരുന്ന ഒരു പള്ളി, പ്രധാനപ്പെട്ട പള്ളി ഇതാണ്. അപ്പൊ മിക്കവരും ഇവര് പൂർവ്വര് പറയുന്ന എപ്പോഴും പായക്കപ്പൽ ഈ ഇതിന്റെ തീരത്ത് അടുത്തിരുന്നു എന്ന് പറയാം. അവിടെ നിന്ന് തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ഈ മേടലെ വെള്ളമൊക്കെ വളരെ നല്ല പ്യുവറായിട്ടുള്ള വെള്ളം വരുന്നുണ്ട്. എല്ലാവരും ഇവിടുന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നത് അത്ര ശുദ്ധമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അങ്ങനെ പലരും കൊച്ചിയെ തേടി എത്തിയിട്ടുണ്ട്. കൊച്ചിക്ക് ഒരുപാട് പ്രത്യേകത നമുക്കറിയാം. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, അവസാനം ഇംഗ്ലീഷുകാർ, അങ്ങനെ പലരും നമ്മുടെ സാമ്രാജ്യങ്ങൾ കൊച്ചിയിലുണ്ട്. അപ്പൊ ഈ നാടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. 4 സംസ്കാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ഉപസംസ്കാരങ്ങളുണ്ട്. വൈപ്പിൽ നിന്നും ഇവരുടെ ഭാഷയിലും പോർച്ചുഗീസ് കലർന്ന ഭാഷയാണ് ഇവരും പറയുന്നത് പലരും. അത് ഒരു പ്രത്യേകതയാണ് നാടിന്റെ. നമ്മളുടെ ഇവിടുത്തെ ചീനവലക്ക് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം പോർച്ചുഗീസ് വാക്കുകളാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകത വൈപ്പിൻ നാടിനുണ്ട്. നമ്മൾ ഇന്ന് 4ാം ഞായറാഴ്ചയാണ് പൊതുവെ, അതായത് നോമ്പിന്റെ 4ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ പൊതുവെ കെട്ടപ്പെട്ട ഈശോയുടെ മൊബൈലായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാച്ചുവും ഈ പള്ളിയിലുള്ള സകല പിക്ചറുകളും പെയിന്റിങ്ങുകളും എല്ലാം സെയിന്റ് ഫ്രാൻസിസ് ഫോർട്ട് വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ വാസ്കോ ഡ ഗാമനെ അടക്കിയിരുന്ന പണ്ടത്തെ പള്ളിയിൽ അവിടെ നിന്നായിരുന്നു. അവിടെ നിന്നെല്ലാം നമ്മൾ പെറുക്കിയെടുത്തുകൊണ്ട് നമ്മുടെ ഉത്സവമാണ്. അതായത് പോർച്ചുഗീസ് ഉള്ളത് കത്തോലിക്കലായിരുന്നു. അത് ഭദ്രവാദിന് കീഴിലുള്ള കത്തോലിക്ക പള്ളിയായിരുന്നു. അത് കൊച്ചി രൂപതയുടെ പള്ളിയായിരുന്നു, സെയിന്റ് ഫ്രാൻസിസ് സേവറിന്റെ പള്ളി. ശരിക്കും പറഞ്ഞാൽ അന്ന് കൊച്ചി രൂപതയുടെ അന്നത്തെ പള്ളിയാണ്. അതൊക്കെ പിന്നെ നമ്മൾ ചരിത്രത്തിൽ മാറിപ്പോയതാണ്. ശരിക്കും ഡച്ചുകാർ വന്ന് അത് കീഴടക്കി അങ്ങനത്തെ വലിയ പള്ളികളെല്ലാം അവരുടെ ആയുധപ്പുരയാക്കി മാറ്റുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാച്യൂസ് ഒക്കെയാണ് ഇങ്ങോട്ട് പെറുക്കിയെടുത്ത് കൊണ്ടുവന്നത്. അങ്ങനെയാണ് 17ാം നൂറ്റാണ്ടിൽ നമുക്ക് ഈ സ്റ്റാച്ചു 1605 ഈ പള്ളി പണിയുമ്പോൾ അതെല്ലാം ഇങ്ങോട്ട് പെറുക്കിയെടുത്ത് ഈ 1800 പ്രശ്നം ഉണ്ടാകുന്ന നേരത്തൊക്കെയാണ് ഇങ്ങോട്ട് നമ്മൾ മാറുന്നത്. എല്ലാം ഡച്ചുകാർ വന്ന ശേഷം തന്നെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഇങ്ങോട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ വന്നൊരു സ്റ്റാച്ചു ആണ് ശരിക്കും പറഞ്ഞത്. ഈ നമ്മുടെ വൈപ്പിൻ പള്ളിയിലെ അൽത്താര എല്ലാ സ്റ്റാച്യൂസും അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്റ്റാച്യൂസ് ആണ്. അതിന്റെ പെയിന്റിങ്ങും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. ഈ വൈപ്പിൻ പള്ളിയിലെ സ്റ്റാച്യൂവിന് ഈ കെട്ടപ്പെട്ട ഈശോടൊപ്പം തന്നെ അൽത്താരയിലുള്ള പ്രത്യാശ മാതാവ്, അതൊരു പ്രത്യേകത മാതാവാണ്. അതെന്ന് പറഞ്ഞാല് മാതാവിന്റെ ആങ്കർ, ഒരു കപ്പൽ നങ്കൂരം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളിൽ പല മനുഷ്യരും വന്ന് ഇവിടെ നങ്കൂരം ഇട്ടിരുന്നു. അതിന്റെ പ്രതീകമായിട്ടാണ്. കാരണം പ്രത്യാശ എന്നുള്ള അർത്ഥം അവിടെയാണ് ഉണ്ടാവുന്നത്. ഈ കടലിലേക്ക് പോകുന്നവർക്ക് എപ്പോഴും ആങ്കറും സ്റ്റാറൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സിമ്പിളുകളാണ്. അപ്പൊ ഇവിടെ കുറെ ആൾക്കാർ, പല സംസ്കാരങ്ങൾ വന്നിരുന്നു. ഈ പള്ളിയുടെ നടുക്കായിട്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു കല്ലറയുണ്ട്. അതൊരു ഗസ്ലർ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. ഗസ്ലർ എന്ന് പറയുന്നത് അയാൾ അടക്കിരുന്നത് വല്ല അഴുത്താണ്. നമ്മുടെ സാധാരണ മെത്രാന്മാരെ, അച്ഛന്മാരെ മാത്രമേ അടക്കാറുള്ളൂ. പക്ഷെ ഇവിടെ മാത്രം അപൂർവങ്ങളായിട്ട് ഒരാളെ, അത് പ്രധാനപ്പെട്ട ഷിപ്പ് ബിൽഡർ ആയിരുന്നു, കപ്പൽ പണിതൊരു മനുഷ്യനാണ്. പൊന്നൈ CC പൊന്നൈ എന്ന് പറഞ്ഞ ഗസ്ലർ എന്ന് പറഞ്ഞ മനുഷ്യന്റെ ശവകുടീരമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള പള്ളിയാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും നമ്മൾ പറയുന്നത് ഈ സ്റ്റാച്ചുവിനെ കുറിച്ചാണല്ലോ. നമ്മൾ കെട്ടപ്പെട്ട ഈശോയുടെ സ്റ്റാച്ചുവിനെ കുറിച്ച് പറയുന്നത്. അതായത് കുറെ നാളുകളായിട്ട് അവര് വളരെ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു 10-20 വർഷമായിട്ട് കുറച്ചും ഇതിനെ കുറച്ചും പോപ്പുലറൈസ് ചെയ്ത് കൊണ്ടുവരുന്നു. കാരണം കർത്താവ് സഹനപൂർവ്വം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയൊരു ചിത്രമാണ്. നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു പ്രത്യേകത അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ പലപ്പോഴും പരാതിപ്പെടുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി ഇടപെട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന് പീലാത്തോസിന് മുമ്പിലും, അതായത് സാമ്രാജ്യത്തിന് മുമ്പിലും അധികാരത്തിന് മുമ്പിലും ആരുടെ തെറ്റുകൾക്ക് വേണ്ടി ഭാവിയായി മരണപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന, അതായത് ചോലയിൽ കുളിച്ചു നിൽക്കുന്ന കർത്താവിന്റെ രൂപം, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്റ്റാച്ചുവിനൊപ്പം പള്ളിയുടെ പല സ്റ്റാച്ചുകൾക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ചാൽ വേറെ രൂപം അത് ഫോട്ടോയിലേക്ക് എടുക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാല് കുരിശിൽ നമ്മളിരുന്ന് വെച്ചാൽ സ്റ്റാച്ചുവിന്റെ ഫ്രണ്ടിൽ കുരിശുണ്ട്. ആ കുരിശിൽ ഞരമ്പ് വരെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള ഒരു സ്റ്റാച്യൂസിൽ അങ്ങനെയല്ല. ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റാച്യൂസിലെല്ലാം കർത്താവ് മസിലുള്ള കർത്താവാണ്. പക്ഷെ ഞരമ്പ് ഇല്ലൊന്നും കാണുന്ന സ്റ്റാച്യൂസ് ഒന്നും ഇല്ല. ഇന്ന് നമ്മളുടെ ഇവിടെ സ്റ്റാച്ചുകളൊക്കെ മുകളിൽ ദ്രവിച്ചു പോകുന്നു, കടായി പോകുന്നു. ഇവിടെ കാലാവസ്ഥ, ഉപ്പും പിന്നെ ഈർപ്പം കൂടുള്ള മണ്ണാണ്, ചെങ്കല്ലുണ്ടാക്കിയ പള്ളി, അങ്ങനെ പതുക്കെ എല്ലാം ഇല്ലാതാകുന്നു. ഇത് കണക്കിൽ പ്രകാരം 3ാമത്തെ പള്ളി എന്നാ പറയണത്. 2ാമത്തെ പള്ളി സിംതേരിയുടെ അടുത്തുണ്ട്. അത് അവിടെ ചെല്ലണമെങ്കിൽ ഫോട്ടോ എടുക്കാവുന്നതാണ്. 2ാമത്തെ പള്ളി അതിന്റെ ഭാഗം നമുക്ക് കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യത്തെ പള്ളി അറേബ്യൻ സീലാണെന്ന് പറയപ്പെടുന്നു. അതിൽ ചരിത്രങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും അവശിഷ്ടങ്ങളുണ്ട്. അത്
റെക്കോർഡിക്കലായിട്ട് ഈ പള്ളി 1605 ഫ്രണ്ടിൽ തന്നെ മാർബിളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ മിഷണറിമാരാണ് അന്ന് പള്ളി തുടങ്ങുന്നത്. അവരുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് പല വിശ്വാസങ്ങളും. അങ്ങനെയാണ് ഈ സ്റ്റാച്യൂന് ഒരു പ്രത്യേകതകൾ. പിന്നെ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഒരു 10-20 വർഷമായിട്ട് 4ാമത്തെ ഞായർ, നോമ്പിന്റെ 4ാമത്തെ ഞായർ നമ്മൾ വളരെ ഭക്തിപൂർവ്വം നമ്മൾ രാവിലെ ദിവ്യബലിയോടെ തുടങ്ങുന്നു നമ്മുടെ തിരുക്കർമ്മങ്ങൾ. തുടർന്ന് നൊവേനയും പ്രാർത്ഥനയും, കെട്ടപ്പെട്ട് ഈശ്വര നൊവേന ഉണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നൊവേന നമ്മൾ ചൊല്ലുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം വളരെ കാര്യമായിട്ട് തന്നെ നമ്മളത് ആഘോഷിക്കുന്നു. കുറെ മനുഷ്യർ വരാറുണ്ട്. അത് വളരെ നല്ല ഒരു പ്രാർത്ഥന അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു രൂപം, ഒരു പ്രത്യേകതയുള്ള ഒരു രൂപം കൂടെയാണ്. അപ്പൊ നമ്മൾ കാണുന്ന സ്റ്റാച്യു കുറച്ച് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചതലെടുത്ത് പോകുന്ന കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് റിനോവേഷനൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ വൈപ്പിൻ പള്ളിയുടെ പ്രത്യേകത. നമ്മൾ ഈ പള്ളിയുടെ ഈ പരിസരവും ഇതിന്റെ കൾച്ചറും മനസ്സിലാവും, ഒരു ഗോവൻ കൾച്ചറാണ്. പോർച്ചുഗീസ്, ഇംഗ്ലീഷ്, ഗോവൻ കൾച്ചർ മിക്സ് ആയിട്ടാണ് പള്ളികളെല്ലാം പണിതിട്ടുള്ളത്. ഈ പള്ളിയുടെ ഘടനയും സ്റ്റാച്യു, പള്ളിയുടെ ഫ്രണ്ടൊക്കെ പണിതിരിക്കുന്നത് ഇൻഡോ പോർച്ചുഗീസ് സ്റ്റൈലിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊയിംബ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതായത് പോർച്ചുഗൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിസർച്ച് സ്റ്റുഡന്റ് വന്നപ്പോഴും അവർ പറഞ്ഞു തന്നു, അവർക്ക് നമ്മളോട് പറഞ്ഞു തന്ന ഒരു പ്രത്യേകത അതാണ്. നമ്മളുടെ എടക്കൊച്ചി പള്ളി, അങ്ങനെ പിന്നെ നമ്മുടെ തൂക്കുംപടി പള്ളിയുടെ ഫ്രണ്ട് മുഖപ്പെല്ലാം ഇങ്ങനെ ഒരു സ്റ്റൈലിലൊക്കെയാണ് പണിതേക്കുന്നത്. പക്ഷെ കൊച്ചിയിലെ ഏറ്റവും പഴമയോടെ നിലനിർത്തുന്ന ഒരു പള്ളി ഇതാണ്. അങ്ങനെ ബാക്കിയെല്ലാം നമ്മൾ വെട്ടിത്തേച്ച് സ്റ്റൈല് മാറി, അകം വരെ മാറി. പക്ഷെ ഇന്നും നമ്മളത് ഇങ്ങനെ ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെ തുറന്നു പോകുന്നുള്ളതാണ്, നിന്ന് പോകുന്നു. പണ്ട് ഈ പള്ളിക്ക് സ്റ്റെപ്സ് ഉണ്ടായിരുന്നെന്നാ പറയാം. മറ്റേ നമ്മുടെ ഫ്രണ്ടില് കയറാനും ഇറങ്ങാനും സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതായി പോയി, അതൊക്കെ നശിഞ്ഞു പോയി എന്ന് പറഞ്ഞു. കാരണം എല്ലാം ഇരുന്നു പോകുന്നാ പറയാം, ഭൂമിയിലേക്ക് ഇരുന്നു പോകും. സിംതേരി ചെന്നാൽ കാണാൻ പറ്റുമ്പോൾ പഴയ പള്ളി ഇരുന്നു പോയതായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് സംസ്കാരമുള്ള ഒരു പള്ളിയാണ്. എച്ച് എ ഹോമോ എന്ന വാക്കിന്റെ അർത്ഥം ഇതാ മനുഷ്യൻ എന്നാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹോമോ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വാക്കാണ്. പീലാത്തോസ് കുറ്റം ആരോപിച്ച ശേഷം എല്ലാവരും കുറ്റം ആരോപിക്കണേന്ന് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തെ കൊല്ലുക എന്ന് പറഞ്ഞൊരു പീലാത്തോസ് സമയം പറയുമ്പോൾ ചമ്മട്ടി കൊണ്ട് അടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് ചമ്മട്ടി അടിപ്പിച്ചു. കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ഈ മനുഷ്യനെ കണ്ടു, ഇതാണ് രാജാവ് എന്ന് കാണിക്കാൻ വേണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവന്ന്, സഹനത്തിന് രാജാവ്, ഇതാണ് യഥാർത്ഥ രാജാവ്, സ്നേഹത്തിന് രാജാവ് എന്ന് കാണിക്കാനായിട്ടാണ് ഇങ്ങനെ കൊണ്ട് നിർത്തുന്നത്. ആ രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നു. ഇതാണ് യഥാർത്ഥ സ്നേഹം, ഇതാ മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറയുന്ന അർത്ഥം അവിടെ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിന്റെ നിറകൂടം എന്നുള്ള രീതിയിലാണ്. സ്നേഹം എംബോഡിഡ് എന്ന് പറയാം. മനുഷ്യൻ സ്നേഹം ഒരു മാംസം ധരിച്ച, അല്ലെങ്കിൽ വചനം മാംസം ധരിച്ച കൃത്യമാണ് രൂപമാണ് അവിടെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാവുന്നതാണ്. അതാണ് ഈ ഞായറാഴ്ചത്തിന്റെ പ്രത്യേകത നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ വ്യാഴാഴ്ചകളിലും നമ്മൾ കർട്ടൻ തുറക്കാറുണ്ട്, അവിടെ നൊവേന നടക്കും. അപ്പൊ ഒരു ബോക്സിന്റെ അകത്ത് വെക്കുന്നത്, പക്ഷെ എല്ലാവർക്കും കാണാം, പക്ഷെ പുറത്തോട്ട് എടുത്ത് വെക്കില്ല. അത് ഈ ദിവസം മാത്രമേ ഉള്ളൂ സാധാരണ. പിന്നെ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് പാസ്ക് രൂപം ഉണ്ടല്ലോ കിടത്തിയിരിക്കണം. അതും വളരെ പുരാതനമുള്ള രൂപമാണ്. അതും വളരെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് ചെയ്യുന്നു. ഭയങ്കരത്തെ വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ചെതല് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ചരിത്രം അങ്ങനെ സൂക്ഷിക്കാത്ത മനുഷ്യന്മാരാണ് കേരളീയക്കാർ. അതുകൊണ്ട് ഇന്ത്യക്കാരും വളരെ മോശമാണ് ആ കാര്യത്തിലേക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് പാരമ്പര്യമുള്ള പള്ളിയാണ്. ഇന്ന് നമ്മളിങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലവും കൂടിയാണ് വൈപ്പിൻ. ഈ ഫോർട്ട് വൈപ്പിൻ എന്നാണ് പറയുന്നത്. വൈപ്പിൻ മാത്രമല്ല, വൈപ്പിൻ ദ്വീപ് മൊത്തം വൈപ്പിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ഫോർട്ട് വൈപ്പിൻ. കാരണം ഇവിടെ ഫോർട്ട് കൊച്ചിയുടെ ഭാഗമാണ്, ഡിവിഷനാണ്. യൂണിറ്റ് ഡിവിഷൻ 1 തന്നെയാണ് ഇവിടെ. ഡിവിഷൻ 1 തന്നെയാണ് ഇവിടെ. അങ്ങനെ ഇവിടെ കുറച്ചങ്ങനെ വീട് വെച്ചിട്ട് അത് പഞ്ചായത്താണ്. പിന്നെ ഇവിടെ ഇത് കൊച്ചിൻ കോർപ്പറേഷൻ ഡിവിഷൻ 1 ഫോർട്ട് കൊച്ചിയും ഇതും ഫോർട്ട് വൈപ്പിൻ എന്നാണ്. ഇവിടെയും കോട്ടകൾ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു. അങ്ങനെ ഒരുപാട് നിങ്ങളുടെ അവിടെ ഞങ്ങളുടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മുസീരിയസ് മറ്റേ ഭാഗമില്ലേ, അപ്പൊ അപ്പുറത്ത് അവറൂര് ഭാഗത്തുള്ള അവിടെയും ഇതൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ചരിത്രം ബന്ധമൊക്കെ ഉള്ളതാണ്. ഇതിനായിട്ട് എല്ലാം പോർച്ചുഗീസുകാർ വന്ന് താമസിക്കുകയും ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നതാണ്.